അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫാമിലിയുള്ള എല്ലാവരും കൂടിയിട്ട് ഒരു ചെറിയൊരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ എന്തിനാണ് ആ ട്രിപ്പ് എന്നൊക്കെ എല്ലാവരും വിചാരിക്കുന്നുണ്ടാകും. നമ്മുടെ സത്യചേച്ചിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ പൊന്നസ് പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും, എന്നാലും ഞാൻ പറയാം. സത്യചേച്ചിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. സോ ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി സേലത്തിലോട്ട് എൻ്റെ വീട്ടിൻ്റെ ആ ഒരു റൂട്ടിൽ കൂടിയാണ് പോകുന്നത്. സോ ഞങ്ങൾ ഇവിടെ നിന്നാണ് പിക്ക് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. നമുക്കെല്ലാവർക്കും ബസ്സിൽ നിന്ന് കാണാം. ഓക്കേ ഗൈസ്, അപ്പോൾ ഇന്നാണ് നമ്മൾ തമിഴ്നാട്ടിലോട്ട് ട്രിപ്പ് പോകാൻ പോകുന്നത്. അപ്പോൾ ട്രിപ്പ് നമ്മൾ ടൂറിസ്റ്റ് ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ബസ് ചെറുതായിട്ടൊരു ട്രിപ്പിന് പോയിക്കാനാണ്, കുറച്ച് വരാൻ വൈകും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമുക്ക് തയ്യാറെടുപ്പുകൾ, അവിടെയുള്ള തിരക്കുകളൊക്കെ നോക്കാം. അപ്പോൾ ഗൈസ്, ഇവിടെ ഞങ്ങളുടെ മേമ സാരിക്ക് റെഡിയാക്കുന്നുണ്ട്. നമുക്കതൊന്ന് പോയി നോക്കിയിട്ട് വരാം. അവിടെ ഒരാൾ ഡ്രസ്സ് മടക്കി വയ്ക്കുകയാണ് ഗൈസ്. ഞങ്ങളുടെ ചെറിയ മേമ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുകയാണ്. എല്ലാവരും നല്ല തിരക്കിലാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിച്ച ചക്കയാണ്, വലിയ ചക്ക. ഗൈസ്, ഇവിടെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിച്ചിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല, ഒരു നെറ്റിൻ്റെ പ്രോബ്ലം കാരണം. ഇഡ്ഡലി, ഇവിടെ സാമ്പാർ, അങ്ങോട്ട് പോകുമ്പോൾ ഫുഡ് പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോകണം. അപ്പോൾ അതിനുള്ള ഫുഡാണിത്. ഇവിടെ ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ വന്നുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ വണ്ടി ഒരു പ്രോബ്ലത്തിലായതുകൊണ്ട് കുറച്ച് വൈകിട്ടേ വരുള്ളൂ. അപ്പോൾ അവരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്തത്, ഇപ്പോൾ എല്ലാവരും നല്ല റെഡി ആവുന്ന തിരക്കിലാണ്. അപ്പോൾ ഞാനും ഇങ്ങനെ നിന്നാൽ ശരിയാണ്. ഞാനൊന്ന് പോയി റെഡി ആയിട്ട് വരാം ഗൈസ്. നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് സിമ്പിളായിട്ടൊരു ഫ്രോക്ക് പോലുള്ള സാധനം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ലഗേജൊക്കെ പോയിട്ട് കുറച്ച് കഷ്ടപ്പാടാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞങ്ങൾ കാറിൽ ലഗേജൊക്കെ കൊണ്ടുപോകുന്നത്. സോവിയറ്റ് യൂണിയൻ എന്നിൽ വിപ്ലവം പിറന്നതും നിന്റെ പേര് കവിതയോ, രാത്രി ഉറക്കം കെടുത്താൻ ആര് നീ മാടൻ മറുതയോ, നിന്നെ കനവ് കാണാൻ രാത്രി എല്ലാം വീണ വെറുതെയോ, എന്ത് ചാരമായി കിടന്നോ നിന്നു ഫീനിക്സ് പറവയോ, നിന്റെ പേര് കവിതയോ, രാത്രി ഉറക്കം അന്തിമയങ്ങുമ്പോൾ ആടിക്കള്ളു കുടിച്ചിട്ട് പിച്ചതെല്ലാം പെരിയാറിൽ മടിത്തട്ട് കപ്പലൊച്ചയല്ലോ താരാട്ടു പാട്ട് ആര് കാണുവാൻ അടങ്ങി അങ്ങ് ജീവിച്ചിട്ട്
രാത്രി ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് നല്ല ടൈമായി. ഞങ്ങൾ 5 മണിക്കാണ് എടുത്തത്, 5 മണിക്ക്. സോ അതുകൊണ്ട് കിടന്നുറങ്ങണം, അങ്ങനെ കുറച്ച് പരിപാടികൾ ഉണ്ടായത് കൊണ്ട് ഞങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. സോ ഇനി നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, പോകാം. ഗൈസ്, ഫങ്ഷൻ തുടങ്ങാൻ കുറച്ച് വൈകും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നതാണ്, നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ല ക്യൂട്ടായിട്ട് മാടൊക്കെ ഉണ്ട്, കുഞ്ഞി മാടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരത് അവിടെ അത് നോക്കിക്കൊണ്ടിരിക്കണ്. പിന്നെ എന്തോ ഓടിക്കളിക്കണം. പിന്നെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു കൊക്ക എന്തോ സാധനം പറയുന്നത്. അടുത്ത് പുകാണ്ട് ഗൈസ് കാണിച്ചു തരാം, വീഴും ചിലപ്പോൾ. ഗൈസ് കണ്ടു വിചാരിക്കണം. ഇതാണ് ഗൈസ് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ച സംഭവം. അപ്പം ഞാനതെല്ലാം അവരുടെ ഒപ്പം പോയി കറങ്ങാം. ഗൈസ്, ഞാനിവിടെ ഒരു പശുവിനെ കണ്ടുവിട്ടെ. ഗൈസ്, ഇതൊരു പശു, ഇതിൽ നടത്ത് പോകുന്ന ഒരു പശു, ഇത് ഇവിടെ നിൽക്കുന്നത് ഒരു പശു, ഇവിടെ നിൽക്കുന്നത് വേറെ പശു. உருகி போனதடி என் உள்ளம் யானியே, குருகி போனதடி என் எண்ணம் யானியே. நீன்றி மூடுமே ஏவானோ, நீதானே என் காதலே എന്നാളോ. ഉരുകി പോനതടി ഉള്ളോ യാനിയേ, കുരുകി പോനതടി എന്നോ യാനിയേ. പകുതി കഴിച്ചിട്ട് വീഡിയോ എടുക്കണം. ഇതെന്താണ്? തൈര് വട, ഇതെന്തോ വാഴയ്ക്ക ബജി, ഇത് ലഡു, പപ്പടം, പിന്നെന്തോ ഒരു കറി, പിന്നെ ഇത് ഉഴുന്ന് വട, ഇത് ഇവിടെ അച്ചാറ്, പായസം. അത് എന്ത് പായസമാണ്? സേമിയ പായസം, ചോറ്, സാമ്പാർ. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. Oh my God.